ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ് ടെസ്റ്റിൻ്റെ തലേന്ന് രാത്രി 4 സുഹൃത്തുക്കളും കൂടി പുറത്തിറങ്ങി. സിനിമയും ആഘോഷവും എല്ലാം കഴിഞ്ഞ് നേരം വെളുത്തപ്പോഴാണ് തിരിച്ചെത്തിയത്. ഒന്നും പഠിച്ചില്ല, നല്ല ക്ഷീണവും. ക്ലാസ് ടെസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപായം കണ്ടെത്തി. വസ്ത്രത്തിൽ ഗ്രീസും ചെളിയും പുരട്ടി സമയം വൈകി കോളേജിലെത്തി അധ്യാപകനോട് പറഞ്ഞു, വരുന്ന വഴിക്ക് കാറിൻ്റെ ടയർ പഞ്ചറായി, ഞങ്ങൾ തന്നെയാണ് മാറ്റിയിട്ടത്, വൈകിപ്പോയി. അധ്യാപകൻ പിറ്റേ ദിവസം വരെ അവരെ അതേ പരീക്ഷ എഴുതാൻ അനുവദിച്ചു. 4 പേരും നന്നായി പഠിച്ചിട്ട് വന്നു. 4 പേരെയും 4 മുറികളിൽ ഇരുത്തി. ചോദ്യക്കടലാസ് കണ്ട് അവർ അമ്പരന്നു. ഒരു ചോദ്യം മാത്രം: കാറിൻ്റെ ഏത് ടയറാണ് പൊട്ടിയത്? കബളിപ്പിക്കാൻ വേണ്ടി മാത്രമായി ജീവിതം തുടരുന്നവർക്ക് ഒരു നാൾ അതേ നാണയത്തിൽ തിരിച്ചടി ലഭിക്കും. കള്ളത്തരം ശീലമാക്കിയവർക്ക് ഓരോ തവണയും വിശ്വസനീയമായ കാരണങ്ങളുണ്ടാകും. ഒരു തവണ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ തുടരുന്ന വഞ്ചന പിന്നീട് ശീലമാകും. പരസ്പരം കബളിപ്പിച്ചും വഞ്ചിച്ചും ജീവിക്കുന്ന സമൂഹത്തിൻ്റെ നിലവാരം എന്തായിരിക്കും? അവരുടെ പരസ്പര വിശ്വാസവും കൂട്ടുത്തരവാദിത്വവും എത്ര ചെറുതായിരിക്കും? എല്ലാവരും മുഖം മൂടി അണിഞ്ഞവരാണെങ്കിൽ പിന്നെ മുഖത്തിന് തന്നെ പ്രസക്തി ഇല്ലാതാകും. എല്ലാവരും അപരന് ചതിക്കുഴി തീർക്കുമ്പോൾ എല്ലാവരുടെയും സ്ഥാനം ഏതെങ്കിലുമൊക്കെ കുഴികളിലായിരിക്കും. എല്ലാ ജയങ്ങൾക്കും പിറകിൽ അർഹിക്കുന്ന മുതൽ മുടക്കുണ്ടാകും. അത് വിയർപ്പാകാം, അത് വിശപ്പാകാം, സമയമാകാം. സ്വന്തം പരിശ്രമത്തെ ആശ്രയിക്കുന്നവർ മാത്രമേ ഉത്തരവാദിത്വം ഏറ്റെടുക്കൂ. അല്ലാത്തവരെല്ലാം സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും പഴിചാരിക്കൊണ്ടിരിക്കും. സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ എങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഓരോരുത്തരും തയ്യാറായിരുന്നെങ്കിൽ എല്ലാവരുടെയും ജീവിതം കുറെ കൂടി കാര്യക്ഷമമായേനെ.